നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നാൾ മുതൽ തന്നെ വീണ്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ വിവാദം പുകയുകയാണ്. ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ആ മന്ത്രിസഭയിൽ നിന്ന് തന്നെ പിൻവാങ്ങാനും ആ മന്ത്രിസഭയെ താങ്ങി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ശിവസേന ഷിൻഡെ വിഭാഗത്തെ ഒന്നടങ്കം ആ മുന്നണിയിൽ നിന്ന് തന്നെ അടർത്തി മാറ്റാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് ശക്തമായ ഒരു ആരോപണം വന്നപ്പോൾ അത് വെറും കെട്ടുകഥയാണ് എന്ന് പറഞ്ഞ് തള്ളിയവർക്കുള്ള മറുപടി കൂടിയാണ്. അതായത് ഏകനാഥ് ഷിൻഡെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉചിതമായൊരു തീരുമാനം എടുത്തിരിക്കുന്നു. മഹായുതി സഖ്യം എന്നത് താനാണ് നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുവന്നത്. അതല്ലാതെ BJP ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടോ അജിത് പവാർ വിചാരിച്ചിട്ടോ അല്ല. അജിത് പവാറും BJPയും കൂടെ ചേർന്നാൽ കേവല ഭൂരിപക്ഷമാകും എന്ന തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ തൻ്റെ പക്കൽ മരുന്നുണ്ട് എന്നുള്ള ഒരു ഉഗ്ര ഭീഷണിയാണ് ഇപ്പോൾ ഏകനാഥ് ഷിൻഡെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചെങ്കിൽ പോലും അജിത് പവാറിനേക്കാൾ തനിക്ക് അധികാരം കുറവാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ കോമാളി വേഷം കെട്ടിച്ചതാണ്, അതായത് വിദൂഷക വേഷം കെട്ടിച്ചതാണ് BJPയും ഫട്നാവിസും ചേർന്ന് എന്ന് ഉറപ്പിച്ച് പറയുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി അട്ടിമറിയാണ് മഹാരാഷ്ട്രയിൽ 288 നിയോജക മണ്ഡലങ്ങളിലും നടന്നത് എന്ന് കോൺഗ്രസും മഹാവികാസ് അഘാടി സഖ്യവും വ്യക്തമായി കണക്കുകൾ ബോധ്യപ്പെടുത്തി പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പിൽ നിരവധിയായ സീറ്റുകളിൽ ഉണ്ടായ BJPയുടെ ഗ്രാഫിക്കൽ ടേൺ എന്ന് പറയുന്നത് അത് ചിന്തിക്കുന്നതിലും അതീതമാണ്. ലോക്സഭയിൽ 8 നിലയിൽ പൊട്ടിപ്പാളീസായ BJP എങ്ങനെ നിയമസഭയിൽ 132 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കേവല ഭൂരിപക്ഷത്തിന് അടുക്കലേക്കുള്ള സർവകാല റെക്കോർഡിലേക്ക് നീങ്ങി? ഇതൊരു വലിയ കെട്ടുകഥകളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വമ്പൻ ട്വിസ്റ്റ് അവിടെ നടന്നിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJPയെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കൂടി പ്രത്യുപകാരം എന്ന രീതിയിൽ അന്നത്തെ കൂടി സഹായം, അന്ന് കൊടുക്കാൻ മറന്നുപോയ സഹായം കൂടി നിയമസഭയിലേക്ക് കൊടുത്തുവോ എന്ന സഞ്ജയ് റാവത്തിൻ്റെ ചോദ്യം, അത് കൃത്യമായും മുനവെച്ച ഒരു ചോദ്യം പോലെ ആയിരുന്നെങ്കിൽ ഫട്നാവിസ് പറഞ്ഞത് സ്ഥലകാലബോധമില്ലാത്ത, സ്ഥിരം എന്ത് പറയണമെന്ന അഭിപ്രായമില്ലാത്ത റാവത്തിനെ പോലുള്ള ആളുകൾ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നായിരുന്നു ചോദിച്ചത്. എന്നാൽ പങ്കജ മുണ്ടെയും പൂനം മഹാജനും കൂടി ഇത് ഏറ്റുപറയുന്ന സാഹചര്യമായപ്പോഴാണ് ഫട്നാവിസ് പ്രതിരോധത്തിലേക്കായത്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഏതറ്റം വരെയും BJP പോകും എന്നത് ഉറപ്പായിരുന്നു. മഹാരാഷ്ട്രയുടെ എക്കണോമി അത്ര വലുതാണ്, മറ്റേത് സംസ്ഥാനത്തെക്കാളും വലുതാണ്. ബീഹാറോ ഉത്തർപ്രദേശോ ഒന്നും വിചാരിച്ചാൽ മഹാരാഷ്ട്രയിലുള്ള ആ ഒരു പെർ ക്യാപിറ്റ പ്രൊഡക്ഷൻ്റെ അത്രയും വരുന്നില്ല. അത് ലക്ഷ്യമിട്ട് തന്നെയാണ്, അതായത് മുംബൈ നഗരം ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയുടെ അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അവരുടെ മനസ്സിൽ. എന്തുകൊണ്ട് ബൃഹൻ മുംബൈ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് നാളുകളായി നീട്ടിവെക്കപ്പെടുന്നു എന്നതിൻ്റെ ഉത്തരം കൂടിയാണ്. ബൃഹൻ മുംബൈ കോർപ്പറേഷനിൽ ഉദ്ധവ് വിഭാഗത്തിന് ശക്തമായ മേൽക്കൈ ഉള്ളതുകൊണ്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള അവ്യക്തത ഉണ്ടാക്കാൻ ബോധപൂർവം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ മുംബൈ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ പരിധിയിലാണ്, അത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിലല്ല. പക്ഷേ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നിയന്ത്രിക്കുന്നത് ദേശീയ ഇലക്ഷൻ കമ്മീഷനാണ്. അവിടെയാണ് രാജീവ് കുമാറിന്റെ കൈവിട്ട വഴിവിട്ട സഹായം എല്ലാ രീതിയിലും പരിധി വിട്ട് തൻ്റെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തു എന്ന ആരോപണം അതിശക്തമായി കോൺഗ്രസ് ഉന്നയിച്ചതും അത് സുപ്രീം കോടതിയുടെ പരിധിയിലേക്ക് വരുന്നതും.